ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റാഗി വെച്ച് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റാഗി കുറുക്ക് റെഡിയാക്കാം. ഈ റാഗി കുറുക്കിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനിതിൽ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ രീതിയിൽ റാഗി കുറുക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് റാഗി ഒന്ന് കുറുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് ഇതിലോട്ട് 1 കപ്പ് റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. റാഗി എടുത്ത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം എടുത്തിട്ട് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 2 കപ്പ് പാലെടുത്തിട്ട് അതും കൂടെ ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ ഒന്ന് കട്ടകളില്ലാതെ എല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം. കുട്ടികൾക്കെല്ലാം കുറുക്കുണ്ടാക്കുന്ന പോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമുക്കിത് പാലിൽ മാത്രം വേണമെങ്കിലും ചെയ്തെടുക്കാം, വെള്ളം മാത്രമായിട്ടും ചെയ്തെടുക്കാം. പാലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിപ്പോൾ 7 ടേബിൾ സ്പൂൺ ശർക്കര പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ശർക്കര പൗഡർ ആയതുകൊണ്ട് കുറച്ച് മധുരം കുറവായിരിക്കും, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഇത് ബോയിലാവുന്നതിന് മുൻപ് തന്നെ നമ്മളിതുപോലെ ശർക്കര പൊടിയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലത് മിക്സായി കിട്ടും. ബോയിലായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ ആ സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മിക്സായി വരാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ ഇതൊന്ന് തിക്കായി വരുന്നുണ്ട്. ഈ സമയം ഫ്ലെയിം നമുക്ക് സിമ്മിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് കൈയെടുക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ടി ആയിപ്പോകും. ഇപ്പോൾ 2 മിനിറ്റ് കൂടെ ആകുമ്പോഴേക്കും റാഗിയെല്ലാം ഇവിടെ നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഓവറായിട്ടത് തിക്കായി പോകേണ്ട ആവശ്യമില്ല. ഈ സമയം ഇതിലോട്ട് 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ റാഗിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ റാഗി കറക്റ്റായിട്ട് കുക്കായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റാഗി കുറുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തേങ്ങയും നട്ട്സും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ റാഗി ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. റാഗി ഒരുപാട് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.